അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി വിളമ്പുന്നതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻ്റാണ് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണേ എന്നുള്ളത്. വീഡിയോയിൽ ആ കറിയുടെ ലുക്ക് കണ്ടിട്ടാണല്ലോ റെസിപ്പി ഷെയർ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ ലുക്ക് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റും ഒരുപാട് തന്നെയാണ്. ഞങ്ങളിവിടെ എല്ലാവർക്കും അമ്മ ഉണ്ടാക്കാറുള്ള ഈ ഒരു കറി ഒരുപാട് ഇഷ്ടമാണ്. ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3 കിലോ അളവിലൊക്കെയാണ് കേട്ടോ. അത് ദാ വൃത്തിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. ചിക്കൻ അവിടെ വെച്ചിട്ട് അമ്മ പിന്നെ ചെയ്തതുണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകവും എടുത്തിട്ട് അമ്മയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് അരഞ്ഞ് വരേണ്ട പരുവായപ്പോൾ അതിലേക്ക് 2 വെളുത്തുള്ളിയിലൂടെ ചേർത്തിരുന്നു കേട്ടോ. അമ്മയില്ലെങ്കിലും മിക്സിയിലാണെന്നുണ്ടെങ്കിലും അരച്ചെടുത്താൽ മതി. എപ്പോഴൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും അമ്മ ചെയ്യാറുള്ളത് ഇതാ ഈ അമ്മിയിൽ അരച്ചെടുക്കൽ തന്നെയാണ് കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും അമ്മിയിലാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് ആള് പറയണത്. അത് അരച്ചെടുത്ത് കഴിഞ്ഞതും പിന്നെ ചെയ്തതുണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം പോകുന്നത് വരെയും ദാ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മുകളിലേക്ക് കൊട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരച്ചെടുത്തിരുന്ന കുരുമുളകും ചെറിയ ജീരകവും കൂടെയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തു. പിന്നെ ദാ ഇപ്പോൾ ഈ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡറാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. നമ്മൾ ഇതിനകത്ത് കളറിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. എരിവിന് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും. കൂടുതലായിട്ട് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലെടുത്ത് അരച്ചെടുത്തിരുന്നല്ലോ. ഇതിൽ മസാല തിരുമ്മി വെച്ചതിന് ശേഷമാണ് കേട്ടോ അമ്മ കറിക്ക് വേണ്ട സവാളയും ചെറിയുള്ളിയും എല്ലാം വൃത്തിയാക്കി എടുക്കാറുള്ളത്. ആ സമയം കൊണ്ട് അതിനകത്ത് മസാല എല്ലാം പിടിച്ച് സെറ്റായി വരുമല്ലോ. പിന്നെ അമ്മ എപ്പോഴും കറി ഉണ്ടാക്കാറുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവയാണ് ഇട്ടത്. ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ പിന്നെ അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ദാ അതിലേക്ക് ചേർക്കണതേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഈ പേസ്റ്റിൻ്റെ അളവ് ഞാൻ പറയണില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അളവൊക്കെ ഏകദേശം നമ്മളൊരു കറിക്ക് ചേർക്കാറുള്ളത് പോലെ തന്നെയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ 2-3 പിടി അളവിൽ ചെറിയുള്ളി കൂടെ ചേർത്താണ് കേട്ടോ ചതച്ചെടുത്തത്. അമ്മ ഇതിനകത്ത് എപ്പോഴും ചെറിയുള്ളി കൂടുതലായിട്ട് തന്നെ ചേർക്കാറുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയി വന്നപ്പോൾ പിന്നെ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തത് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ടേ. തക്കാളി അത്യാവശ്യം ഉടഞ്ഞ് സെറ്റായി വരുമ്പോൾ മസാല തിരുമ്മി വെച്ച ചിക്കനെ കൂടെ ഇതാ അതിലേക്ക് ചേർക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയാണല്ലോ. എന്നാലും അമ്മ ചെയ്യുന്ന ആ പ്രോസസ്സ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ അടിപിടിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെയാണ് ഇരിക്കണത്. മാത്രമല്ല നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഇപ്പോഴത്തെ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ചിക്കന് നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ ചുരുങ്ങി വരുന്നത് വരെയും ഇളക്കിക്കൊണ്ടേ ഇരിക്കാറുണ്ടല്ലോ. പക്ഷേങ്കിൽ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ആ ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി ആ സവാളയും തക്കാളിയും നമ്മൾ ഈ ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നത് വരെയും ഇളക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് 3-4 മിനിറ്റ് സമയം അമ്മ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും. അതിനുശേഷം ദാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. അതായത് ചിക്കൻ ഒരുപാട് ചുരുണ്ട് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാറില്ല. 3-4 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലല്ല, ഇത് വിറക് അടുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചതും തന്നെ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഒഴിച്ച വെള്ളത്തിൻ്റെ ആ കളർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുരുമുളക് അമ്മിയിൽ അരച്ചെടുത്തിരുന്നല്ലോ, എന്നിട്ട് അമ്മി കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ കറിയിലേക്ക് ഒഴിച്ചത്. അതുകൊണ്ടാണ് ആ വെള്ളത്തിന് ആ കളറായിരുന്നത്.
വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാ അടച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മളൊക്കെ ആ കറിക്കകത്ത് വെള്ളം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത് വിറക് അടുപ്പിലല്ലേ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും, വേഗം വറ്റി വരും കേട്ടോ. പിന്നെ നമുക്ക് കറി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തിയാൽ മതി. ഇനിയിപ്പോൾ വെന്ത് വരുന്നത് വരെയും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കൽ തന്നെയാണ് ചെയ്യാറുള്ളത്. വെന്ത് വന്നതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാറുള്ളത്. ഇപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറി അടുപ്പിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം കാണുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചൂടാറി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി ദാ ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ തിക്ക് ഗ്രേവി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ കറി. നോർമലി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുള്ളൂ, പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അപാരാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.